അരുണാചൽ പാട്ട് പാടുന്നുണ്ടോ? ഇങ്ങോട്ട് നോക്കൂ. ഈ കാണുന്ന കോലം നമ്മൾ മാറ്റാൻ പോവുകയാണ് അല്ലേ? ഇനി നമ്മള് വരുന്നത് ഈ കോലത്തിലായിരിക്കില്ല. ഈ ലൊട്ട മുടി ഇതിലും ലൊട്ടയാക്കാൻ പോവുകയാണ് ഗൈസ്. ഇതിനി എന്താവുമെന്ന് പറയാൻ പറ്റില്ല അല്ലേ അമ്മ? അല്ലേ? നിങ്ങളെല്ലാ വീഡിയോയിലുള്ള ഹൈലൈറ്റ് എന്നുള്ളത് അറിയാം. ഞാനെന്നാ പറയണ്ടേ ആ അങ്ങനെ അഭിപ്രായങ്ങളുണ്ട്. എന്ത് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അനക്കെന്താ പറയാനുള്ളത്? ഇതിലും എന്റെ ഏട്ടന്റെ ഒരു 10,000 രൂപ കിട്ടണം. അതാണ് എന്റെ അവസാനത്തെ ആഗ്രഹം. തരുവാ? 5,000 രൂപ 5,900 രൂപ മുടിക്ക് വേണ്ടി കളയാനല്ലേ അല്ലേ? അവർക്കും ജീവിക്കണ്ടേ എന്നുള്ളതുകൊണ്ട് നമ്മള് കാര്യം കണക്കിലെടുക്കുന്നില്ല. നമ്മളവിടെ എത്തിയിട്ട് നോക്കും മഡോക്സ് പൂട്ടിയിട്ടുണ്ടായത്. എന്നിട്ട് അതിന്റെ തൊട്ടടുത്ത മൊബൈലിന്റെ ഷോപ്പ് കയറിയിട്ട് അനിയെത്തി അവരുടെ അടുക്കുന്ന നമ്പറിലുള്ള അവരെ വിളിച്ച് എന്നിട്ട് അങ്ങനെ അവരെ വരുത്തുകയാണ് ചെയ്തത്. ഈ വീഡിയോ മൊത്തം പറ്റുന്നവർ കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയണം. എത്ര പൈസ ഉണ്ട്? ഞാൻ 3,000 രൂപ. അച്ഛൻ്റെ അടുത്ത് കടമായിട്ട് മേടിക്കും. ഞാൻ തിരിച്ചു തരൂ. ഗഡുക്കളായിട്ട് ഞാൻ അടച്ചു തീർക്കും. ആരാ ഗ്യാരണ്ടി? അമ്മ ഗ്യാരണ്ടി. അല്ലെ അമ്മ എടുത്ത പണി. നീ സാധനം ചെയ്തിരുന്ന കാര്യം ഇവിടെ പൈസ ഉണ്ടെങ്കിൽ പിന്നെ ആടെ കൊടുക്കണ്ടേ? ഇവിടെ വന്നിട്ട് പൈസ ഇല്ലാറിയുന്നേ എല്ലാം എന്നാണ് നിനക്ക് സ്വന്തമായിട്ട് പൈസ ആക്കിട്ട് ബോട്ടോക്സ് എല്ലാം ചെയ്തുകൂടെ? നാണും മാനും ഉണ്ട്. അച്ഛനല്ലേ അന്നേരം എന്നാ അച്ഛൻ വാക്ക് പറഞ്ഞ മാസം EMI മതി നമുക്ക് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം. ഞാൻ പൈസയാ നീ 4,500 നീ വാങ്ങിയ ലിപ്സ്റ്റിക്കിന്റെയും മറ്റേതിന്റെ പൈസ കൂട്ടിയാൽ തന്നെ അല്ല ഇവള് വാങ്ങിയ ലിപ്സ്റ്റിക്കിന്റെ എല്ലാം പൈസ കൂട്ടിയാൽ തന്നെ ഞാൻ വാങ്ങിയ 1,4 ലക്ഷത്തിന്റെ ഫോണെല്ലാം മുങ്ങി. 1,4 ലക്ഷത്തിന്റെ അല്ല ഇവള് മാസം എത്ര ലക്ഷം ചെലവാക്കുന്നുണ്ട്? വെറുതെ ഇങ്ങനെ പറയാ. ഇതെല്ലാം ഷോപ്പിലെ പൈസയാണ്. അച്ഛൻ തരൂ. അച്ഛന് ഞാൻ പൈസ തരൂ. എനിക്ക് ഭാവിയിൽ ഒരു ജോലി കിട്ടി കഴിഞ്ഞാൽ ഇതെല്ലാം ഞാൻ കിട്ടിയാലല്ലേ ഞാൻ കിട്ടിയാലല്ലേ ആദ്യത്തെ ശമ്പളം അച്ഛന് കിട്ടിയാലല്ലേ അന്ന് ഇത്രയും നാള് കിട്ടിയാലല്ലേ ഒരു 500 കൂടെ മാള് വേറെ പൈസ എടുത്ത് ആ പൈസ ചെയ്തല്ലോ. എന്തെല്ലാം പൈസ ചെലവ്. ഈ മുടിക്കെല്ലാം വേണ്ടിട്ട് 4,000 രൂപ പാള ഇടുന്ന മുടിക്ക് എന്താ ആയിത്തരുമെന്നായിരിക്കും. 4 കൊടുത്താ മതിയാ? 4 അച്ഛൻ തന്നിട്ടുണ്ടെന്ന് പറയാം. അങ്ങനെ അവര് വന്ന് നമ്മള് ഷോപ്പ് കയറി വീഡിയോസ് ഒക്കെ എടുക്കാൻ തുടങ്ങി. ഇവളെ ബിഫോർ ആഫ്റ്റർ സാർ എടുക്കുന്നതായിരുന്നു. എല്ലായിടയ്ക്ക് ഇവള് കുളിക്കലില്ല എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കി. അതിനുശേഷം ഇവളെ നേരെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവുകയാണ്. സ്ഥലം മൊത്തം വാഷ് ചെയ്തതിന് ശേഷമാണ് പരിപാടി തുടങ്ങുന്നത്. അത് വീഡിയോയിൽ പറയാം, കുളിക്കാത്തോണ്ട് വാഷ് ചെയ്യാൻ കയറ്റി. കുളി കഴിഞ്ഞു. നീരക്കോ നമുക്ക് വന്നൂടെ? ഇതിടില്ലോ
കുളിക്കാത്തവളെ കുളിപ്പിച്ചിരിക്കുന്നു. നല്ല രസമുണ്ടല്ലോ ഇവിടെ ഫുള്ള് കണ്ണാടിയിൽ നല്ല ക്ലീൻ. ഞാൻ 1, 2 അത്ര നോക്കത്തോളൂ. ഞാനും അമ്മയും സത്യം പറഞ്ഞാൽ അവിടെ പോസ്റ്റ് ചെയ്യണം. വെറുതെ ഇങ്ങനെ ഇരിക്കുക, ഫോൺ തോണ്ടുക. അമ്മ കുറേ സമയം ഫോൺ നോക്കിയിരുന്നു, ഞാനും അതേപോലെ തന്നെ ഇരുന്നു. ശേഷം അമ്മ അവിടെ നിന്ന് പോയി, ഞാൻ ഒറ്റക്കായി. മര്യാദക്ക് വീട്ടിൽ അടങ്ങി ഒതുങ്ങി കിടന്നുറങ്ങുന്നത് ഞാനാണ്. ഇവിടെ പോയിട്ട് അടുത്ത സോഫയിൽ കിടന്നിട്ട് ഫോൺ ഞെക്കുന്നത്. എന്തോ ചെയ്തിട്ട് 1 മണിക്കൂർ അനിയത്തിനെ ഉണക്കാനിട്ടിട്ട് ഇവർ ഇപ്പൊ തിരിച്ചു വരികയാണ്. हिंदी मालूम नहीं आपको? ഹിന്ദി മനസ്സിലാവും, പക്ഷെ बोलने नहीं सकते. പുറത്ത് നല്ല കാറ്റും മഴയാണ്. എന്നാ ഞാൻ ചോറ് തിന്നാൻ പോന്നെ. നമ്മൾ ബിരിയാണി എങ്ങനെ തിന്നു വീട് വയ്ക്കാം. അടുത്തെടുക്കുമ്പോൾ കുറേ പോകാം. കത്തി 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 എന്നാ തന്നെ അത് അതിനുള്ളിൽ കൊടേൻ്റെ നീ നല്ല പോയി, ഞാൻ പോയി. പേനെല്ലാം കരിഞ്ഞു പോയിട്ടുണ്ടാവൂലേ. சொல்லு மூத்து சொல்லு. അതൊക്കെ എന്തൊക്കെ പറയാനുണ്ട്? നല്ല രസമുണ്ട്, സ്മൂത്ത് ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു. അരുണാചൽ പാട്ട് പാടുന്നുണ്ടോ? एक सॉन्ग गाओ എന്നല്ലേ പറയും.
ഇത് അതെ കുറച്ച് കട്ട അതേപോലെ ഇത് ഇങ്ങോട്ട് കട ഇവിടെ എല്ലാവരെയും കിട്ടും, വീഡിയോ പിടിക്കുന്നവരടക്കം കിട്ടുന്നുണ്ട്. മോളെ കോല എന്തുണ്ട്? ആ നാളെ കുത്തി വെച്ചു പോകുമ്പോൾ മറന്നു പോകും. है ना उसको ही यूज करने को मोबाइल तो फिर उसको यूज नहीं करेगा तो फायदा नहीं है ना करके उसका ही कंपनी का किया ना। इसका दूसरा एक आता है ब्राउन कलर का, वो थोड़ा कम रेट होता है। तो अभी ये नेक्स्ट वॉश करना है ना 3 दिन का बाद, तो आप उसको ऑर्डर करके रख दो, उसको ले लो। അങ്ങനെ ബോട്ടോക്സ് എല്ലാം ചെയ്ത് കഴിഞ്ഞ് മൊത്തം സെറ്റായി, പൈസ എല്ലാം കൊടുത്തു. ഇനി മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ 3 ദിവസത്തേക്ക് ഇവർക്ക് കുളിയില്ല. ഇവിടെ വന്നിട്ടാണ് അടുത്ത കുളി. എന്തായാലും കൊച്ചിൻ്റെ ഒരു ആഗ്രഹം നടന്നു. മുടി ഇങ്ങനെ ഈ കോലത്തിലാക്കിയിട്ട് കാണണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു, അത് നടന്നിട്ടുണ്ട്. ഇനിയിപ്പം എത്ര നാളിത് നിലനിൽക്കുന്നൊന്നും അറിയില്ല. നമ്മളെ ചാർജർ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ മുകളിലേക്ക് പോവുകയാണ്. അങ്ങനെ ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് നമ്മൾ മഡോക്സിൽ നിന്ന് ഇറങ്ങി. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.